രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി അതിജീവിത. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ വ്യാപക സൈബർ ആക്രമണമെന്ന് അതിജീവിത. സൈബർ ഇടങ്ങളിലെ ആക്രമണം വലിയ തോതിൽ ജീവിതത്തെ ബാധിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, സ്ഥിരം പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടുക്കിളികൾ സ്ഥിരമായ ചെയ്യുന്ന കാര്യങ്ങൾ, സ്ത്രീകൾക്കെതിരായി എന്ത് അനാവശ്യവും പൊതുവിടങ്ങളിൽ എഴുതി വെക്കുന്ന അവരുടെ ശൈലി ഈ കാര്യത്തിൽ ആവർത്തിക്കുകയാണ്. ഷീജ, തീർച്ചയായും ഷമ്മി, ഏതായാലും നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുന്ന ആ പെൺകുട്ടികളെ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളൊരു നടപടിയാണ് പ്രധാനമായും രാഹുൽ അനുകൂലികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ മൂന്നാമത്തെ പരാതിയുമായി രംഗത്തെത്തിയ പെൺകുട്ടിക്കും ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിരിക്കുന്നത്. ഈ സൈബർ ആക്രമണം കാരണം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, അത് വ്യക്തി ജീവിതത്തെ അടക്കം ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ആ പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗുരുതരമായിട്ടുള്ള സൈബർ അധിക്ഷേപം, സൈബർ ആക്രമണം ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ഏതായാലും ഇതിൽ ആണ് ആ പെൺകുട്ടി ഇപ്പോൾ അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാം അതിജീവിത പരാതി നൽകിയിരിക്കുന്നു. വലിയ തോതിലുള്ള സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. മുൻകാലങ്ങളിലും ഇതേ സമാനമായ രീതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതിജീവിതമാർക്കെതിരായി ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിൽ അവരെ പൊതുയിടങ്ങളിൽ അധിക്ഷേപിക്കുന്ന സമീപനം ഈ കൂട്ടർ സ്വീകരിക്കുകയാണ്. പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസിനും ലഭിച്ചിരിക്കുന്നു. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.